ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാ ദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ കടുത്ത ബാധ്യതയോ? ഈ ജനസംഖ്യാ ദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൗരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. 73 രാജ്യങ്ങളിലെ 1,00,000-ലധികം യുവാക്കൾക്കിടയിൽ നടത്തിയ ഡെമോഗ്രാഫിക് ഫ്യൂച്ചേഴ്സ് സർവേയുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ പങ്കാളിത്തം, ജീവിത ലക്ഷ്യങ്ങൾ, പ്രത്യുൽപാദനപരമായ ആഗ്രഹങ്ങൾ എന്നിവയാണ് ഈ സർവേയിലൂടെ പ്രധാനമായും വിലയിരുത്തിയത്. 1989 ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായ UNDP-യുടെ ഭരണസമിതിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 5 ബില്യൺ പിന്നിട്ടതിനെ തുടർന്നാണ് ഈ ദിനത്തിന് തുടക്കമായത്. ഈ ദിവസം ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടുകയും ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 5 ബില്യൺ തികഞ്ഞ ദിനം ജനങ്ങളിലുണ്ടാക്കിയ അവബോധം കണക്കിലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1990 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രമേയത്തിലൂടെ ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി അനുമതി നൽകി. തുടർന്ന് 1990 ജൂലൈ 11 മുതൽ ലോകത്തിലെ 90-ലധികം രാജ്യങ്ങളിൽ ജനസംഖ്യാ ദിനം വിപുലമായി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോക ജനസംഖ്യ 8 ബില്യണിലധികമായി ഉയർന്നിരിക്കുകയാണ്. 2022 നവംബറിലാണ് ലോക ജനസംഖ്യ 800 കോടി തികച്ചത്. നിലവിൽ ഏകദേശം 830 കോടി പിന്നിട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 145 കോടിയിലധികം. ഇത് ലോക ജനസംഖ്യയുടെ 17.79% വരും. രണ്ടാമത് ചൈനയും ഏകദേശം 141 കോടി. മൂന്നാമത് അമേരിക്കയാണ്, 34.9 കോടി. നമ്മുടെ രാജ്യത്ത് കോവിഡിനെ തുടർന്ന് വൈകിയ ജനസംഖ്യാ കണക്കെടുപ്പ് ഇപ്പോൾ ആദ്യമായും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് രാജ്യം പുതുക്കുന്നത്. നിലവിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 0.85%. അതായത് ഓരോ വർഷവും ഏകദേശം 7 കോടിയോളം ആളുകൾ ലോക ജനസംഖ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ആസൂത്രിതമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ 2037 ലോക ജനസംഖ്യ 900 കോടിയിൽ എത്തിയേക്കാം. ജനസംഖ്യയുടെ വളർച്ചയോടൊപ്പം ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം വനനശീകരണത്തിനും വായുജല മലിനീകരണത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ രൂക്ഷമാകുകയാണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കും. ഇത് സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ജനസംഖ്യാ ആസൂത്രണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികൾ എന്നതിനേക്കാൾ ഉള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിത സൗകര്യങ്ങളോ നൽകുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഓരോ കുടുംബത്തിനും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വമേധയാ തീരുമാനമെടുക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്.
സർക്കാരുകളും സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, റാലികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. എന്നാൽ ആ ശക്തി ക്രിയാത്മകമാകണമെങ്കിൽ ആ ജനവിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുകയും സമതുലിതമായ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ലോക ജനസംഖ്യാ ദിനം ജനസംഖ്യയുടെ എണ്ണം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സുപ്രധാന ദിനം കൂടിയാണ്. അടുത്ത 50-60 വർഷത്തേക്ക് ലോക ജനസംഖ്യ തുടർച്ചയായി വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2080കളുടെ മധ്യത്തോടെ ഇത് ഏകദേശം 1030 കോടി എന്ന പരമാവധി നിരക്കിലെത്തും. അതിനുശേഷം ജനസംഖ്യ ക്രമേണ കുറയാൻ തുടങ്ങുകയും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 1020 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. നിലവിൽ ലോക ജനസംഖ്യയുടെ 1/4 ആളുകളും താമസിക്കുന്നത് ജനസംഖ്യാ വളർച്ച ഇതിനകം തന്നെ അതിന്റെ പരമാവധിയിലെത്തിക്കഴിഞ്ഞ രാജ്യങ്ങളിലാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർദൈർഘ്യം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 73.3 വർഷമായിരുന്ന ആയുർദൈർഘ്യം 2054 ആകുമ്പോഴേക്കും 77.4 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി 2030കളുടെ മധ്യത്തോടെ തന്നെ 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ശിശുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്ന് UN രേഖകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഉയർന്ന ജനന നിരക്കുള്ള ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ദരിദ്ര രാഷ്ട്രങ്ങളാണ് എന്നതാണ് കൗതുകകരമായ വസ്തുത. അതിനാൽ തന്നെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ഇവയിൽ വലിയൊരു പങ്കും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ജനസംഖ്യയിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2054 ആകുമ്പോഴേക്കും ഇവിടുത്തെ ജനസംഖ്യ 79% വരെ ഉയർന്ന് ഏകദേശം 220 കോടിയിൽ എത്തിച്ചേരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈനയിൽ 2024നും 2054നും ഇടയിൽ ജനസംഖ്യയിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ വെറും ഭാരമല്ല, മറിച്ച് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ മാത്രമേ ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥയെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കൃഷി, വ്യവസായം, IT, നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ജനസംഖ്യ കൂടുമ്പോൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യകതയും വർദ്ധിക്കുന്നു. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിപണി സൃഷ്ടിക്കും. ഭീമമായ ജനസംഖ്യയാണ് ലോക വിപണിയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇത്രയധികം മുൻതൂക്കം നൽകുന്നത്. ഇത് ആഭ്യന്തര വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ബോധവൽക്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ രാജ്യത്തെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കാതെ ഒരു നിശ്ചിത ഘട്ടത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ വൈവിധ്യമാർന്ന കഴിവുകളുള്ള മനുഷ്യ വിഭവശേഷി അനിവാര്യമാണ്. മനുഷ്യരെ വെറും ജനസംഖ്യയായി കാണുന്നതിനു പകരം ഉൽപാദനക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയായി അവരെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ അറിവിലും ആരോഗ്യത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ നൈപുണ്യവും നൽകി ജനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ജനസംഖ്യ വെറുമൊരു അക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാലക ശക്തിയായി മാറുന്നു. ജനപ്പെരുപ്പം നിയന്ത്രിക്കുകയും ലഭ്യമായ വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം യഥാർത്ഥ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.